മലയാളിമാർ നമ്മളെ പരിപാടിക്ക് എന്തായാലും വരുന്നതാണ്. അവരൊന്നും ഒന്നും ആഗ്രഹിച്ചിട്ടല്ലല്ലോ വരുന്നത്. അത് വരാന്ന് പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പടച്ചോന്റെ കൽപ്പനയാണത്. ഇപ്പൊ ബാബു ആണെങ്കിൽ മടി ഓടി. എനിക്കറിയാം ബാബുവിനൊക്കെ സംബന്ധിച്ചുള്ള ഒരു മിനിറ്റ് സമയമില്ലാതെ ഞാൻ പലപ്പോഴും എൻ്റെ കാക്കൻ്റെ മോനാണ് എന്നിരുന്നാലും ഇവനൊക്കെ ഞാൻ തന്നെ പലപ്പോഴും കാണാറില്ല. പാച്ചില് അത്രയും പല ഇത് പറയുമ്പോൾ ഇതിനോട് കോടിശമിയിൽ ഇതിനു വേണ്ടി മുറിഞ്ഞിറങ്ങുന്ന ആൾക്കാരാണ് ഇവർക്ക്. അപ്പോൾ ഇവർക്കൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരൊറ്റ കാര്യം അതിൻ്റെ പുറമെ ഇങ്ങനെയൊക്കെ നന്നായി സംസാരിച്ചിട്ട് പെരുമാറുന്ന ആ പാവങ്ങളല്ലേ നമ്മൾ അള്ളാഹിനോട് പറയുന്നത്. പഠിച്ചോനെ ഞങ്ങളെടുത്ത് നീ പറഞ്ഞയച്ച ആൾക്കാർ ഞങ്ങളെടുത്ത് വന്നിരുന്നു, അവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ. അവർക്ക് ഒന്ന് പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തിയാൽ തന്നെ മതി. അത് മാത്രമാണ് നമ്മൾ പാവങ്ങൾക്ക് വേറെന്താ നമുക്ക് കൊടുക്കാനുള്ളത്? നമ്മുടെ പൈസ നമുക്കത് കയ്യിൽ വേറൊന്നും കൊടുക്കാനില്ല. ഏറി വന്നാലും 10 രൂപയുടെ ഒരു കാലിച്ചായ വാങ്ങി കൊടുക്കാൻ കഴിയും. അല്ലാതെ നമുക്കിപ്പോൾ വേറൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. നമുക്കത് ചെയ്യാൻ കഴിയും? നമുക്ക് ഇല്ല. അപ്പം നമുക്ക് ആകെ ചെയ്യാനുള്ളത് അവരൊക്കെ വരട്ടെ. വലിയ വലിയ സെലിബ്രിറ്റികൾ വരുന്ന ആഗ്രഹിച്ച് നിൽക്കുകയാണ് ഞാൻ. കാര്യപ്പെട്ട ആൾക്കാരൊക്കെ വരുന്നൊക്കെ അവരൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം. കുറേ ആൾക്കാർ നമ്മൾ വിളിക്കുന്നുണ്ട്, വരാതിരിക്കാം. അതൊന്നും നമുക്കറിയില്ല വരുമോന്നൊന്നും നമുക്കൊരു ഉറപ്പില്ല. പിന്നെ അന്ന് പറയണ്ട ഇവൻ വലിയ ബടായിയൊക്കെ കിട്ടിയില്ല, ആരും വന്നില്ലല്ലോ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ ഒരു വന്നിട്ടില്ലെങ്കിലും ഈ വിവരം എല്ലാവരും അറിയുന്നുണ്ട്. അത് മതിയല്ലേ നമുക്ക് ഇങ്ങനെ ഒരു വിവരമുണ്ട്. അപ്പോൾ എനിക്ക് വേറെ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ശരിയാക്കിയ വിവരങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് മീറ്റിംഗ് ആണ്. ഓരോ മീറ്റിങ്ങുകളും ഒരാഴ്ചയിൽ ഒരു മീറ്റിങ്ങുകൾ ദയവായിട്ട് ഈ ഡിസംബർ 23 വരെ നിങ്ങളൊന്ന് ബുദ്ധിമുട്ടായേ പറ്റൂ. കാരണം അവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു അപാകത ഉണ്ടായിപ്പോയാൽ അല്ലെങ്കിൽ ഒരാൾക്ക് വന്നിട്ട് മറ്റേ ആളെ കാണാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാറ്? ഓല് വെറുതെ സ്റ്റൈലാക്കാൻ വേണ്ടി സാരിയും ചീറ്റി മറ്റും കുപ്പായിട്ട് വന്നു. എന്നിട്ട് എന്താ പറയാറിയോ? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, എന്തിനാണ് അങ്ങനെയൊക്കെ പരിപാടി നടത്തിയത്, കുറെ ചോറവിടെ കൊടുത്തു. ഇതൊക്കെ പറയാൻ 100,000 ആള് നമ്മളെ ഇടയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ചെറിയ നന്മകൾക്ക് അപ്പുറം നന്മ എന്ത് ചെയ്തു എന്നല്ലവരൊന്ന് നോക്കുക. ചെറിയ അത് പറഞ്ഞോട്ടെ, പറഞ്ഞെന്ന് ഞാൻ ഒന്നും പറയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഭാഗത്തുനിന്ന് 100% 100% അവിടെ വരുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയുക, 2 കൈയും നീട്ടി സ്വീകരിച്ച് പോകുമ്പോൾ ആ വണ്ടിൻ്റെ അടുത്ത് പോയി കയറ്റി വിടണേ നമ്മൾ. എന്നിട്ട് എനിക്ക് കേൾക്കേണ്ട ഒരു വാക്കാണ്, ആ അരീക്കോട്ടുകാരുണ്ടല്ലോ എന്തൊരു നല്ല മനുഷ്യന്മാരാണെന്ന് പറയിപ്പിക്കണമെന്ന്.